എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കേക്ക് ഡിസൈൻസും അതിൻ്റെ മേക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് കേക്ക് വ്ലോഗും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. ഗ്ലേസ് ഒക്കെ ചെയ്ത് സുന്ദരനാക്കി ഫ്രിഡ്ജിൽ കുറച്ച് നേരം കീപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഗ്ലേസ് ഒക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയത് കൊണ്ടാണ് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് രണ്ട് നോസിലുകളും ബട്ടർ പേപ്പറിൻ്റെ പൈപ്പിംഗ് ബാഗും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബൊക്കയുടെ സെറ്റപ്പ് ഈ കേക്കിൻ്റെ പുറത്ത് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് എത്രത്തോളം സക്സസ്ഫുള്ളായി എന്ന് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റുകളായിട്ട് പറഞ്ഞേക്കണേ. ഇങ്ങനൊരു ഡിസൈൻ കേക്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടെ ഞങ്ങൾക്കുണ്ട്. കേക്കിൻ്റെ മുകളിൽ വളരെ ഭംഗിയായിട്ട് ബൊക്കയൊക്കെ സെറ്റ് ചെയ്ത് സൈഡും പൈപ്പ് ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞപ്പോഴാണ് റൈറ്റിംഗ് എഴുതാനുള്ള സ്ഥലം ഇല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കേവി ആയിട്ട് കൊടുത്തു. അങ്ങനെ ആ കേക്കിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബട്ടർ സ്കോച്ച് 1 kg കേക്കാണ്. അപ്പോൾ അതും ഒരു സിമ്പിൾ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഐസ്ക്രീമിൻ്റെ കോൺ ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഈ കേക്കിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോണ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു റഫ് ഫിനിഷാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ പാലറ്റ് നൈഫാണ് യൂസ് ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ കോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് യൂസ് ചെയ്തിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർക്കുകൾ മാത്രമേ നമ്മൾ ഈ ഒരു സിമ്പിൾ കേക്കിന് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഹാപ്പി ബർത്ത്ഡേ ഗൂഗിൾ എന്നാണ് ഇതിൻ്റെ റൈറ്റിംഗ് പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് സർപ്രൈസ്ഡ് ആയി. കാരണം ഗൂഗിൾ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടാകുമോ? ഇനി ഇത് വല്ല വിളിപ്പേരോ വട്ടപ്പേരോ വല്ല ആയിരിക്കുമോ? അതൊന്നും അറിയില്ല. എന്തായാലും ഒരു വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ റൈറ്റിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ലൈറ്റ് കളർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് 2 ബർത്ത്ഡേ സെറ്റുകളാണ്. അതിലൊന്നാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേ കേക്കിൻ്റെ സെയിം കളർ തീമിൽ തന്നെയാണ് നമ്മൾ ഈ പേസ്ട്രീസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ടർ സ്കോച്ചാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. 1 kg ആണ് വെയിറ്റ് വരുന്നത്. ഇത് കൂടാതെ കുറച്ച് മഫിൻസും ഒരു 2 ടയറിൻ്റെ ബർത്ത്ഡേ കേക്കും ഉണ്ടായിരുന്നു. എല്ലാം സെയിം കളർ പാറ്റേണിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കപ്പ് കേക്കുകളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബർത്ത്ഡേ സെറ്റും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ കപ്പ് കേക്കുകളും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ കപ്പ് കേക്കുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ 2 ബർത്ത്ഡേ സെറ്റുകളിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് 2 ടയറിൻ്റെ ഓരോ കേക്കുകളാണ് കേട്ടോ. രണ്ടും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു. 2 സെറ്റുകളിലെയും കേക്കുകളുടെ വെയിറ്റ് വരുന്നത് 3 കിലോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു കേക്കിന് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ വരുന്നത് കുറച്ച് ബട്ടർഫ്ലൈസ് ആണ്. അതുകൂടാതെ ഫ്ലവേഴ്സും ഗോൾഡൻ ബോൾസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെയിം പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫൈനലി ചെയ്യാനുള്ളത് ഒരു ടെഡി ബിയറിന്റെ തീം കേക്കാണ്. 2 ടയറിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേക്കാണിത്. അവർ കാണിച്ചു തന്നിരുന്ന റെഫറൻസ് പിക്കിലെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കളർ പാറ്റേൺ വരെ സെയിം ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ടെഡി ബിയർ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കളർ പാറ്റേൺ അതിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. ആകെ ഒരു പ്രശ്നം വരാനുള്ളത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അതറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനും കാണണം. ഈ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടന്റിൽ ഒരു ടെഡി ബിയറിനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അവനെയും കൂടെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയേ. ഇന്നത്തെ ഞങ്ങളുടെ കേക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളോ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ തീർന്നിട്ടില്ല, ആരും പോകരുത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാനായിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ചെറിയ ചെറിയ വർക്കുകളും കൂടെ ബാക്കിയുണ്ട്. ഈ ബോൾസൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് ചെറിയ വർക്കുകളും കൂടെ ബാക്കിയുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ. പിന്നെ പേര് വെക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ടെഡി ബിയറിനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ വർക്കും കൂടെ കംപ്ലീറ്റ് ആയി.